പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറയണത്? ആ ധൂർത്തപുത്രൻ തിരിച്ചു വരത്തില്ലേ? ഇല്ലേ? അവൻ ബിസിനസ് തകർന്നാലും ശരി, സമ്പത്ത് തകർന്നാലും, കടക്കാരനായാലും അവന് തിരിച്ചു വരാൻ ഒരു വീടും ഒരു തുറന്നിട്ട വാതിലുമുണ്ട്. അവിടെ വഴിക്കണ്ണും നോക്കിക്കൊണ്ട് കാത്തിരിക്കാനൊരു അപ്പനുണ്ട്. എന്തെല്ലാം കഥകളാണ് ബൈബിൾ പറയണത്. നീ എങ്ങനെ തകർന്നാലും നിന്നെ കാത്തിരിക്കാൻ നിനക്കൊരാളുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 കൃപയേറും. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, യേശുവേ. അവൻ പറയണത് ഒന്നും കേൾക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സങ്കടപ്പെട്ട അപ്പനോട്. അപ്പാ അങ്ങനെ പറ്റിപ്പോയി, അപ്പാ ഇങ്ങനെ പറ്റിപ്പോയി, അപ്പാ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അപ്പൻ മൈൻഡ് പോലും ചെയ്യണില്ല. കറക്റ്റ് അപ്പനാ. ഇങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയി, ബുദ്ധിമോശം സംഭവിച്ചു പോയി, ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി, ഒരു സംഭവം അവൻ പറയണമൊന്നും അപ്പനെ കേൾക്കണ കൂടിയില്ല. അപ്പൻ എന്നാ ചെയ്യണത്? അവനെ റീസെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ദൈവത്തിലെ നീ എത്ര തകർന്നാലും നിന്റെ അപ്പൻ നിന്നെ റീസെറ്റ് ചെയ്തിരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കൈകൾ ഉയർത്തി. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്, ആയിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിക്കുകയാണ്. പുനഃക്രമീകരിക്കണമേ എന്റെ ദൈവം. ആമേൻ. ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല, സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. സൗഖ്യമാക്കും എങ്ങും അവനുണ്ട്. എന്നെ സൗഖ്യമാക്കും എങ്ങും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. എല്ലാവരും ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കുറച്ച് കാലം എന്താ തിരിച്ചു വരാനുള്ള ഒരു കാലം, അത്രയേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ കർത്താവിൻ്റെ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് ഇത് കേവലമായ ഒരു സങ്കല്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ തൽക്കാലത്തേക്ക് നിലനിർത്താനുള്ള എന്തെങ്കിലും പരിപാടിയാണ്. നോ, നെവർ. എന്താ കാര്യം? ഈ അൾത്താരയിൽ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ ഓർക്കുമ്പോൾ 10,000-കണക്കിന് സാക്ഷ്യങ്ങളിൽ നിന്നാണ് എത്ര ജീവിതങ്ങളെ കർത്താവ് പത്രോസിനെ കടലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച പോലെ എഴുന്നേൽപ്പിച്ച സ്ഥലമാണിത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ആരാധനയ്ക്ക് ഇപ്പോൾ ഈശോ നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വേറെ ഒരാളാ രംഗത്ത് വരുന്നുണ്ട്. ആരാണത്? മൂത്ത സഹോദരൻ അല്ലേ? ധൂർത്തപുത്രൻ്റെ മൂത്ത സഹോദരൻ. അങ്ങനെക്കുറിച്ച് അതിമനോഹരമായൊരു വാക്ക് ബൈബിളിലുണ്ട്. എന്നാ കാര്യം എന്നറിയാവോ? അദ്ദേഹം ഇതിനേക്കാൾ ഭയങ്കര പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്. എന്താ കാര്യം? ഈ അനുജന് എപ്പോഴും ഭയങ്കര വിജയമാണ്. എന്താ? അവൻ എന്നാ ചോദിച്ചാലും അപ്പോഴപ്പം കിട്ടും അപ്പൻ്റെ ഇടയ്ക്ക് നിന്ന്. പണ്ട് സ്വത്ത് ചോദിച്ച് മൊത്തം കൊടുത്ത്,
ഇപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ കൊടുത്ത കാളക്കുട്ടിയെ കൊന്ന് ഉടുപ്പുണ്ടായി കൊടുത്ത് നൃത്താഘോഷമായി, ഭയങ്കര അടിപൊളി. അപ്പോഴപ്പന് ഒരു ചെറിയ അപ്പന് ഓർക്കണം, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം. 2 മക്കളും പ്രാർത്ഥനയ്ക്ക് പുറകെയാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റവൻ പ്രാർത്ഥിക്കാണ്ടിരുന്നുള്ള ഓരോ തീരുമാനമൊക്കെ എടുത്ത് സമ്പത്തെല്ലാം തെറ്റായ തീരുമാനം കൊണ്ട് ഒരു പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടി കാശൊക്കെ പോയി. ഇവനും ഇപ്പം എന്നാ ചോദിക്കണത്? അവൻ ചോദിക്കണത് എന്താണ്? ഞാൻ വീട്ടിൽ കയറണോ വേണ്ടെന്നാണ് ചോദിക്കണത് അല്ലേ? ഞാൻ നിൽക്കണോ പോകണമെന്ന് ചോദിക്കത്തില്ലേ? കാര്യം എന്താ? എനിക്കിനിവിടെ സ്പേസ് ഇല്ല. കാര്യം എനിക്ക് അപ്പൻ്റെ കള്ളക്കളിയെല്ലാം മനസ്സിലായി. പിന്നെ ചുമ്മാ പറ്റിപ്പാ, കുഞ്ഞുനാളും മുതൽ എന്നെ പറ്റിക്കണതാ. ഓരോ കാര്യം പറഞ്ഞു. ഇന്ന് വരെ കാര്യമായിട്ടൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ ഇവന് വേണ്ടി എല്ലാം ചെയ്ത് അവൻ തേച്ച് കഴുകി വന്നപ്പോഴിപ്പോൾ അവൻ തന്നെ ഇവിടെ ഇപ്പോഴും പ്രിൻസായിട്ട് വിളങ്ങണത് അവൻ തന്നെ രാജകുമാരൻ. പിന്നെ നമുക്കൊരു ഇടമില്ലാത്ത സ്ഥലത്ത് ചുമ്മാ എന്തിനാ നമ്മുടെ സമയം കളയണത്? അതിന് ബൈബിള് പറയണ വാക്കെന്താ? അവൻ വീട്ടിൽ കയറാൻ പോലും അവൻ മനസ്സ് വരാതെ എന്നാ പറയണത്. 15:28 ലൂക്കായുടെ സുവിശേഷം 15:28. അവന് വീട്ടിൽ കയറാൻ പോലും മനസ്സ് വരാതെ പുറത്ത് നിന്നാ പറയണത്. അതിൻ്റെ അവൻ അറിയാതെ ചോദിക്കണേ എന്നാ? ഞാൻ നിൽക്കണ, ഞാൻ പോണ? കാര്യം എനിക്കിവിടെ ഒരു സ്പേസ് ഇല്ല. അങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥന. അതാണ് ശരിക്കും. അവൻ നിൽക്കണ പോണ, നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും നാൾ കത്തോലിക്കനായി ജീവിച്ചു, ക്രിസ്ത്യാനിയായി ജീവിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് ദുഃഖവും കണ്ണീരും മാത്രമാണ്. ഞാൻ നിൽക്കണ പോണ. ഓരോ വിശ്വാസിയും എപ്പോഴെങ്കിലും കാലത്ത് അവനോട് ചോദിച്ചുള്ള ചോദ്യമാണിത്, ഞാൻ നിൽക്കണ പോണ. കാര്യം എന്താ? പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാ മൊഡ്യൂൾസും നല്ലവണ്ണം കവർ ചെയ്തിട്ട് അവരിപ്പോൾ കയറിപ്പോയിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് നീ കരക്ക് നിൽക്കണം, തോറ്റു തുപ്പിയിട്ട്. ഞാൻ നിൽക്കണ പോണ. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ സംരംഭങ്ങൾ കഴിയുമ്പോഴും പ്രാർത്ഥനയെല്ലാം പരാജയപ്പെടുമ്പോഴും നമ്മൾ ചോദിക്കും 15:28 ഞാൻ നിൽക്കണ പോണമെന്ന്. എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടും. നിൻ്റെ ഈ മകൻ സ്വത്ത് വേശ്യകളുടെ കൂടെയാണ് ദൂർത്തഴിച്ചത്. ആ വിശ്വാസിയല്ല, അജ്ഞാനിയാണ്. അജ്ഞാനിയൊക്കെ കടകട്ട ജീവിതമാണ് അവൻ ജീവിച്ചു കൂട്ടണത്. പക്ഷേ അവനെയാണ് നീ ഭൗതികമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നത്. ഞാൻ നിൽക്കണ പോണ. ഞാൻ കുഞ്ഞുനാളും പോയത് ചിലവരെ ഞാൻ ഓട്ടർ ബോയ് ആയിരുന്നച്ചാ എന്ന് പറയും. ഞാൻ അൾത്താര ശുശ്രൂഷകനായിരുന്നതൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വന്ന് വിലപേശി ശരിക്കും ഞാൻ നിൽക്കണോ പോണോ? ചിലപ്പോൾ നിൻ്റെയും മനസ്സ് ചിലപ്പോഴേ ഈ 15:28 വർക്ക് ചെയ്യും. അവൻ്റെ നിപ്പ് കാണുമ്പോഴേ അപ്പൻ പുറത്ത് വന്നെന്നാണ് പറയണത് ഇല്ലേ? മകൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് പോകാൻ പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് പോകാൻ പോകുന്നു, സ്നേഹത്തിൽ നിന്ന് പോകാൻ പോകുന്നു, പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ പോകണമെന്ന് കാണുമ്പോൾ നിൻ്റെ വിടത്തില്ല നിൻ്റെ പിതാവ്. നിൻ്റെ വൈകാരികമായ സങ്കടങ്ങളുടെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നുവെന്ന് സങ്കീർത്തനം 139:1 പറയും. നിൻ്റെ വിശ്വാസം ഇടർന്ന് കാണുമ്പോൾ നിൻ്റെ അപ്പൻ വാതിൽ തുറന്ന് പുറത്തു വരും, കൈ അടിച്ച് കിടത്താണ്. ജീവിത പ്രതിസന്ധികളാണ്ടായപ്പോൾ 15:28 ദൂതന്റെ ജ്യേഷ്ഠൻ നിൽക്കണാ പോകുന്നു. എന്റെ ജീവിത സങ്കടങ്ങൾ ബാക്കിയാണ്, പരാതികൾ സമർപ്പിക്കുകയാണ്. തുതികളിലുള്ളതേ നാഥൻ നാൾ തോറും ചെയ്ത് നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എല്ലാവരും സ്തുതി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൻ അവൻ മകൻ വിശ്വാസം ഇടറിയപ്പോഴ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ പറയും, ഈ മൂത്ത മകൻ ശരിക്കും പറഞ്ഞ ദാവീദിനേക്കാൾ തകർന്നവനാണ് ബൈബിളിലെ. ആരെങ്കിലും ദൈവതിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചാൽ കൊലപാതകവും വ്യഭിചാരവും ഒന്നിച്ച് ചെയ്ത ദാവീദിനേക്കാൾ അവൻ താഴെയാണ്.
എന്തെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ നിനക്ക് കിട്ടിയില്ലെന്നോ കിട്ടാൻ താമസിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ പോലും മനസ്സില്ലാതെ ദൈവത്തെ സന്നിധി വിട്ടുപോകാൻ വേണ്ടി മൂത്തമകൻ തീരുമാനിക്കുമ്പോഴാണ് അപ്പന് പുറത്തു വരേണ്ടി വരണത്. ബുദ്ധിപരമായ നീക്കം അപ്പനെ പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പനെ പുറത്ത് കൊണ്ടുവരാതിരുന്നതാണ് ദാവീദിൻ്റെ വിജയം. എന്താ ദാവീദ് പറഞ്ഞത്? അപ്പാ, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറത്തില്ലെന്ന് നീ നാഥാനെ വിട്ട് എന്നോട് പറഞ്ഞ് അതൊക്കെ ഞാൻ ഏറ്റപ്പാ. അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൻ എന്നെ ശിക്ഷിച്ചോ, പക്ഷെ അപ്പൻ എനിക്ക് ഒരു വാക്ക് തരണം. എന്താ? നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതാണ് പ്രാർത്ഥന. മൂത്ത മകൻ ഇവിടെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവണം എന്താണ്? കൊലപാതകം ചെയ്തവനാണ്, ഉറിയായെ കൊന്നവനാണ് ദാവീദ്. ബത്ശേബയുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് ദാവീദ്. എന്നിട്ടും ദാവീദ് പോലും പറഞ്ഞില്ല ഞാൻ നിൽക്കത്തില്ല, ഞാൻ പോവുകയാണെന്ന്. മറിച്ച് ദാവീദ് പറഞ്ഞത് എന്താ? അങ്ങയുടെ തിരുസന്നിധി ഇത്രയാണ് എൻ്റെ അവസ്ഥയെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, പ്രാർത്ഥനയിൽ എന്നെ നിലനിർത്തണമേ. ഇതിനാണ് വി വാണ്ട് എ മിനിമം ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ പെന്തക്കോസ്ത് ആരംഭിക്കാൻ പോകുകയല്ലേ? എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്തിനാണ്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഉപദേശം തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് എന്നെ അങ്ങയുടെ തിരുസന്നിധിയിൽ തള്ളിക്കളയരുത്, എൻ്റെ പരിപാവനെ എന്നെ എടുത്തു കളയരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ടുള്ള പ്രതിനിധിയെ, നമ്മുടെ പരിപാവനെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഔട്ട്. നമ്മൾ പുറത്താകും. പ്രാർത്ഥനയിൽ പുറത്താകും, വിശ്വാസത്തിൽ പുറത്താകും, ദൈവസ്നേഹത്തിൽ പുറത്താകും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ നിന്ന് എടുത്തു കളയരുത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പോരായ്മകൾ അറിയുന്നു. എല്ലാം ദൈവത്തിന് കൊടുത്ത് സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. പരമപിതാവേ, പിന്മഴ നൽകാ പെന്തക്കോസ്തനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിന്റെ ഉണർന്നു വേല ചെയ്യുവാ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിന്റെ ഉണർന്നു വേല ചെയ്യുവാ. പെന്തക്കോസ്തനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാ. പെന്തക്കോസ്തനാളിൽ പരമപിതാവേ, പിന്മഴ നൽകാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാ. നീതിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവ് ഇന്ന് തുറക്കുന്നതാ. നീതിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവ് ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്തനാളിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനെല്ലാം മറുപടിയുടെ അപ്പൻ എന്നാ പറയണത്? എൻ്റെ മകനെ,
അതാണ് ലൂക്ക 15:29-30. എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. എന്താണ്? നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് ആനുകൂല്യങ്ങൾ, ഫേവേഴ്സാണ് കിട്ടാനുള്ള സാധ്യത. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ. രണ്ടാമത്തത് ഇത് ഗോഡ് ഹിംസെൽഫ് ബൈ പേഴ്സൺ പ്രസൻസ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ. എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ കുറയുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ ഫിസിക്കൽ പ്രസൻസ്, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം തന്നെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളോ ഇഫക്റ്റോ ആയിട്ടുള്ള വിഷയങ്ങൾ, അത് ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ ദൈവം കൈവിട്ടുവെന്നല്ല, മറിച്ച് ആനുകൂല്യത്തെക്കാളുപരി, അനുഗ്രഹത്തെക്കാളുപരി ദൈവം തന്നെ നിന്റെ കൂടെ വസിക്കുന്നു എന്ന് കൈയടിച്ചു കണ്ടാണ്. സൈന്യത്താലല്ല കർത്താവേ, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ് കർത്താവേ. അവിടുത്തെ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ വിഷമതകളുടെ മേൽ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചെരിയട്ടെ. കരങ്ങൾ ഉയർത്തി നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന കർത്താവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് അഗ്നിയാൽ നിറയണമേ, ആത്മാവേ അഗ്നിയാൽ നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവേ അഗ്നിയാൽ നിറയണമേ, ആത്മാവേ അഗ്നിയാൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാന്നിധ്യമാണ് ഏതെങ്കിലും കാരണവശാൽ ഇപ്പം നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കത്തില്ലേ, നമ്മളുടെ 6 കാര്യങ്ങൾ ഉടമ്പടി നമ്മൾ വെക്കത്തില്ലേ, ഇല്ലയോ? ഇപ്പം ഇന്നത്തെ സാക്ഷ്യം എന്നാ, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തന്നെ നടന്നു, പലർക്കും 6 കാര്യങ്ങൾ നടന്നു, അല്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് അവർ വെക്കാത്ത കാര്യങ്ങൾ എക്സ്ട്രാ നടന്നു എന്ന് പറയും, ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? ദൈവം മുൻഗണന നിശ്ചയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് മുൻഗണന നിശ്ചയിച്ചപ്പോൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം പുറത്തു പോയി. അത് ദൈവം എടുത്ത് അകത്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുൻഗണനയിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. ദൈവത്തിൻ്റെ മുൻഗണനയിൽ ഏറ്റവും വലിയ മുൻഗണന എന്താണ്? ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ഉടമ്പടി കഴിഞ്ഞപ്പോൾ മോസസ് പറഞ്ഞത്, ഉടമ്പടി കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കുന്ന ജനത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് ഒരു കാലതാമസം വന്നപ്പോൾ മോസസ് കണ്ണീരോടെ നിന്ന് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ജനം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കും. ഈ സ്വന്തമാകണത് കൊണ്ടാണ് ദൈവം മോസസിനോട് പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന് ദൈവം പറയണതിന് കാരണം എന്താണ്? മോസസ് ദൈവത്തോട് പറയും, എന്ത് പറയും? ഈ ജനം ഉടമ്പടി പ്രകാരം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തരാകും. അതാണ് 33:16 പുറപ്പാടിൻ്റെ പുസ്തകം. എന്താ കാര്യം എന്നറിയാവോ? ഫറവോൻ്റെ രാജധാനി ചെന്ന് മോസസ്
എന്തടയാളം, വാട്ട് സൈൻ യു ഹാവ്, വാട്ട് ഈസ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഫറവോൻ ഈ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ ആരാണ് നിങ്ങളുടെ ദൈവം, എന്താണ് അടയാളം എന്ന് ചോദിക്കുമ്പോഴേ മോസസ് ഈ അംശപടി താഴെയിടും. അംശപടി താഴെയിടുമ്പോൾ എന്നാ പറ്റും? അത് പാമ്പായി മാറും ഇല്ലേ? അപ്പോഴുടനെ മന്ത്രവാദികളും വന്നിട്ട് അംശപടി താഴെയിടും, അവരും പാമ്പായി മാറും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന് ലഭിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സ് അല്ല നമ്മൾ വ്യത്യസ്തമാക്കണത്. അത് മനസ്സിലാക്കി മോസസ് പറയും, നിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങളല്ല ഞങ്ങളെ ഉടമ്പടി പ്രകാരം മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കണത്. ഞങ്ങൾ PSCക്ക് ജയിക്കുന്നു, അവരും ജയിക്കുന്നു. ഞങ്ങൾ കച്ചവടത്തിന് ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നു, അവർക്കും കിട്ടുന്നു. then what difference? No difference. what is the difference? what will be the difference? your presence. നിൻ്റെ സാന്നിധ്യമായിരിക്കണം. അതാണ് 33:16. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ, എൻ്റെ മക്കളെ, അനുഗ്രഹങ്ങൾ എത്രയോ പേർക്ക് കിട്ടുന്നുണ്ട്, ഭൗതിക ആനുകൂല്യങ്ങൾ. പക്ഷേ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ആരാണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ദൈവത്തിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങളുടെ സമയം കുറയുകയും അനുഗ്രഹം താമസിക്കുകയും ചെയ്യുമ്പോൾ ഉടമ്പടി ഉറപ്പാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ വിഷയം വ്യക്തിയൊക്കെ വലുതാകുമ്പോഴാണ്, ആ വിഷയത്തെ അതിജീവിക്കാൻ വ്യക്തിക്ക് പറ്റാതെ വരുമ്പോഴാണ് ബൈബിൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത്. കൈ അടിച്ചു കിടത്താണ്. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, ചെയ്യാനിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ കൂടെ വരും. പുറപ്പാട് 14:14 ഞങ്ങൾക്ക് വേണ്ടി വരും നിതാ ഞങ്ങൾ അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അരൂപിയാൽ നിറയാ കവിയാൽ വരും നിതാ ഞങ്ങൾ അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കരങ്ങൾ വീശിക്കൊണ്ട് നിങ്ങൾ അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ എന്നും എല്ലാവരും അനാഥരായി വിടുകയില്ല. അറിഞ്ഞുകൊള്ളും നിങ്ങൾ അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ എന്നും അരൂപിയായി നിറയാ കവിയായി. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ, അഭിഷേകം ചെയ്ത ഭാഷാപരത്തോടെ കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഭാഷാപരത്തോടെ എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, ഈശോ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, വിവിധ ജില്ലകളിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, അവരവരുടെ സമയങ്ങളിലെല്ലാം കർത്താവേ യൂട്യൂബിലൂടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നവര്, ഈശോ 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 ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ എല്ലാം പ്രാർത്ഥന കൂടുതൽ താമസിക്കുമ്പോൾ ഉത്തരവാദിയുടെ സാന്നിധ്യം തന്നെയാണെന്ന് നന്ദി പറയുന്നു കർത്താവേ. വിശുദ്ധമായ രക്തത്താൽ മക്കളെ കഴുകണമേ, മക്കളെ തളിക്കണമേ. ആരുടെ രോഗങ്ങള്, തീരാവേദികള്, ഈ ദുരിതങ്ങള് യേശു ക്രിസ്തുവിനെ മാറിപ്പോൾ
ഭാഷാപരത്തോടെ ഈശോ 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 വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. 32 കൊല്ലത്തെ കുർബാനയുടെ യോഗ്യതയാൽ സഭയിലെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തില് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ദൈവമായ ആത്മാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മാരക രോഗങ്ങള് തിരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഭവനരഹിതര്, ജോലിയില്ലാതെ വെച്ചിരിക്കുന്നവര്, തീരാവേദിയിൽ കഴിയുന്നവര്, കർത്താവ് പുതുക്കാൻ കഴിയാതെ വെക്കുന്നവര്, വിദേശ ജോലി തടസ്സങ്ങൾ നേരിടുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ള സ്ഥാനം മക്കളുടെ അഡ്മിഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചെയ്യണമേ. രോഗദുരിതങ്ങള്, മരുന്നില്ലാത്ത രോഗികളെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാ ദുരിതങ്ങളും സമർപ്പിക്കട്ടെ. കടഭാരം മൂലം വ്യതിരിക്കുന്നവരെ, കർത്താവ് ബാങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്തവരെ, പലിശയില്ല കടങ്ങളിൽ കഴിയുന്നവരെ, കിട്ടാക്കടത്തിൽ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി ഇല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടങ്കാലം മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാരക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം താമസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രോത്സാഹിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങള്, വഴിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, സാമ്പത്തിക കർത്താവേ, സമാധാനമില്ലാത്തവരെ, മാരക രോഗികള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ കൃപയാൽ നിറയട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, പുകവലിയിൽ മാറാത്ത വിട്ടുമാറാത്ത അഴക ശീലങ്ങള്, മദ്യപാനം, പുകവലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നെഫ്രോട്ടിക് സിസ്റ്റം രോഗികളെ സമർപ്പിക്കുന്നു.